നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കട്ടെ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, കൊത്തമല്ലിയുടെ ഇല, കുറച്ച് നെയ്യ്, കുറച്ച് കേട്, കുറച്ച് ഗ്രാമ്പൂ, പട്ടായ, ഏലക്കായ, അങ്ങനെയുള്ള സാധനങ്ങൾ, മസാല ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ച് കുറച്ച് കുക്കറിൽ എണ്ണ ചൂടാക്കുക, നെയ്യ് ഒഴിക്കുക, എണ്ണയും ചൂടാക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, പട്ടായ, ഏലക്കായ എല്ലാം വേഗം ഇടുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഒന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് ഞാൻ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇടുക. ആ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ അത് ഒന്ന് ഇളക്കുക. 2 മിനിറ്റ് മതി കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ പുതിനയും കൊത്തമല്ലിയുടെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമ്മൾ പേസ്റ്റാക്കുക. അത് പേസ്റ്റാക്കി മാറ്റി വയ്ക്കണം. അതിന് മുന്നേ നമ്മൾ അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ പൊടികളില്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ കേടൊഴിച്ച് അപ്പോൾ അതിൽ ആ വെള്ളം അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എണ്ണ തെളിയുന്ന വരെ നമ്മൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യുക. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചിക്കൻ കഴുകി വെച്ചതില്ലേ, ചിക്കൻ അതിലിട്ടു കേട്ടോ. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ചിക്കനിലേക്ക് ആ ജ്യൂസ് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് അതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അത് എണ്ണ തെളിയണം കേട്ടോ. എണ്ണ തെളിയുമ്പോൾ നമുക്ക് അരിയിടാം, കഴുകി വെച്ച അരിയിടാം. അരി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഉപ്പിട്ടിരുന്നു കേട്ടോ, കുറച്ച് നേരത്തെ ഉപ്പിട്ടത്. നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3 ഗ്ലാസ് അരി ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ 3 ഗ്ലാസ്സിന് നമ്മൾ ഒരു 5.5 ഗ്ലാസ് വെള്ളം ഞാൻ നന്നായി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ ടൊമാറ്റോയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അത് വരാം, തൈരിലും വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പുതിനയും കൊത്തമല്ലിയും കൂടെ ഇടുക. കുറച്ച് നെയ്യ് ഒഴിക്കുക, അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മതി കേട്ടോ. ഇട്ടിട്ട് കുക്കർ തുറന്ന് നോക്കുക. ഒരു വിസിലടിച്ചാൽ മതി. കുക്കർ തുറന്നാൽ അടിപൊളി ബിരിയാണി റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പറായിരിക്കും, ടേസ്റ്റായിരിക്കും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബൈ, താങ്ക് യു.